ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി വേൾഡ് വിത്ത് സിജു ആൻഡ് ജസ്മിൻ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ കൂടെ ആട്ടോ, അതായത് 6 ലൈനിൽ കൂടെയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ടിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. എന്താ റോഡല്ലേ എന്നാ പറയാ, ചവിട്ടി മടുക്കോ ഞാൻ. എന്താണ് ഇത്ര ഒരു അടിപൊളി റോഡ് ഇപ്പോഴാണ് കണ്ടത്. ഇത്ര ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചത്. പക്ഷെ ഞാൻ ഇത് റോഡിൽ ഓടിച്ചിട്ടുണ്ട് ഗൾഫിലായിരുന്നപ്പോ. ഗൾഫൊക്കെ ഇവിടെ കേരളത്തിലല്ല, നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞു. ഇത് റോഡ് ലെവലിംഗ് ഒന്നും ഇല്ല, ഞാൻ പറയാം. അവിടെയൊക്കെ ഓടുന്ന പോലെ ഒന്നും മൂന്ന് ലൈൻ ഉണ്ടെന്ന് മാത്രം. പിന്നെ സർവീസ് റോഡ് ഉണ്ട്, തിരക്കില്ല. 100 കിലോമീറ്റർ നമുക്ക് ശരാശരി ചവിട്ടാം. ഇത്രയൊക്കെ മെച്ചങ്ങളുണ്ട്. നല്ല ഇത്രയൊക്കെ വന്നല്ലേ, റോഡ് തിരക്ക് കുറവുണ്ട്. ഇനി അടുത്ത ടോൾ എത്ര ഉണ്ടാവും അറിയാം. കുറച്ച് ചെല്ലുമ്പോ ടോളെത്തി ഞങ്ങൾക്ക് റൂമിൽ വെച്ച് ഈ ടോളിന്റെ റിവേഴ്സ് വണ്ടി പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ അപ്പുറത്തെ ആടായിരുന്നു ബൈപ്പാസില്. ഞാൻ ഇച്ചിരി എത്തിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു, ശ്രദ്ധിച്ചില്ല. എന്നാൽ ടോൾ കൊടുക്കാതെ നമുക്ക് ബൈപ്പാസ് വഴി പോയായിരുന്നു. ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡിൽ ഓടുമ്പോ. അറിയത്തില്ലാത്തവരൊക്കെ പഠിച്ചു വെച്ചു. ഒരു 15 കിലോമീറ്റർ ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് അത്ര ബുദ്ധി പോയില്ല അന്നേരം. വരാനുള്ളൊന്നും വഴി തന്നെയാന്ന് പറയുന്നത്. അതാണ് വണ്ടി കുറവ് ഈ ടോൾ. അറിയില്ലാത്തവർ മാത്രമേ ഇതിൽ ഓടുള്ളൂ. കാണില്ല, ആളെക്കൂടെ പോകുന്നില്ല. അവർ ഈ റോഡ് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അമ്മമാര് മിടുക്കന്മാർ റിവേഴ്സ് ഇട്ട് അവൻ ചാടി. നോക്കിയ ടവർ കയറും. എത്ര രൂപ ടോൾ വരും? നാഷണൽ ഹൈവേ ആട്ടോ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്തായാലും നല്ല സെറ്റപ്പ് ആയിട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയില് നമ്മൾ ആദ്യമായിട്ടാണോ വരുന്നത്. എക്സിറ്റ് അടിച്ചാലോ? ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചാലോ? ഇതിലേ അവിടെ ഉണ്ടാവും, അവിടെയും ടോൾ ഉണ്ടാവും. ഇതാണെങ്കിൽ ഇപ്പൊ എത്രയാവും എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. അറിയണല്ലോ, പൈസ അറിയണല്ലോ. ഇപ്പൊ എത്ര കട്ടായെന്ന് ഈ ഫോണിൽ മെസ്സേജ് വരും പറയാട്ടോ. ഇത് സത്യം പറഞ്ഞ എന്താ പറയാ അല്ലേ, റോഡ് എന്നൊക്കെ പറയാൻ പറ്റിയല്ലേ ഇത്. എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ഫ്ലൈറ്റ് ഇറക്കാനൊക്കെ കൂടെ ഉദ്ദേശിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് സെറ്റപ്പാ പൊളിച്ച്. പക്ഷേ ഈ റോഡ് ഇതെന്താ റോഡ് ടാറിട്ടാണോ? അല്ലല്ലോ, കോൺക്രീറ്റ് സ്കൂള്. ഓരോ ട്രാക്ക് വരയിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഈ റോഡ് ഒരു ആവശ്യം വന്ന് ഓടണേ. പക്ഷെ നമ്മളല്ലാതെ കാണുമ്പോ നമുക്ക് അത്ര ഇത് തോന്നിയല്ലേ. ഉറങ്ങി പോകട്ടെ, സത്യം ഓർമ്മ ഒന്നും വേണ്ട, ഇത് കണ്ടിട്ട് ഉറങ്ങാതെ. ഓടിക്കുന്ന ഡ്രൈവർ ഉറങ്ങി പോകുന്ന ചുമ്മാ അങ്ങനെയൊക്കെ കൊള്ളാവും. അത്രയ്ക്ക് അടിപൊളി റോഡാണ്. എന്താണ് നല്ലൊരു അനുഭവമായിരുന്നു അതിലുള്ള യാത്രയപ്പോ. വണ്ടി ഓടിക്കേണ്ട ഭ്രാന്തന്മാരില്ല പോലെ കേട്ടോ. സ്പീഡ് വിടുന്ന ആഗ്രഹമുള്ളവര് നിങ്ങൾക്കൊരു 160 വരെ കൊള്ളാമെന്ന് നീ പറ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാട്ടോ. എന്താന്ന് അറിയത്തില്ലാത്തൊരു ഫീലിംഗ്. ജസ്റ്റിലേക്ക് ഓടിക്കാൻ ഇപ്പൊ ആഗ്രഹം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഓടിച്ചോളാം പോപ്പ് ഓടിച്ചാൽ മതി. ഈ ഇത്ര നേരം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ അവർക്ക് ഈ റോഡ് തീപ്പ് ഓടിക്കണം. അത് ശരിയാണോ? അതെ, തെക്കും വടക്കും തെങ്ങിന്റെ ഒക്കെ മണ്ടേ കൂടെ റോഡ് വന്നേ. ആകാശമല്ല ഒന്നും കാണാനില്ല. ഫ്ലൈറ്റ് കൂടെ പോയിട്ടില്ല, എന്നാലും അതുപോലെ ഒരു ഫീലിംഗ് പോലെ കേട്ടോ. കാരണം അപ്പുറം സൈഡ് ഇപ്പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാ പറഞ്ഞാൽ അടിപൊളിയാണോ. പിന്നെ കുറച്ചൊക്കെ കാണുന്നത് നേരത്തെ ഒന്നും നമ്മൾ കേരളം പറ്റ അവസ്ഥയാട്ടോ. കേരളത്തിൽ വരാനല്ലേ എന്തുകൊണ്ടുകൂടാ അവസ്ഥയാ. എന്താണ് പരിപാടിക്കൊന്നും പ്രതീക്ഷിക്കാം. അല്ലാതെ മുമ്പോട്ട് കാണിച്ചു കൊടുത്തേ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെയൊക്കെ ഇച്ചിരി ഇപ്പൊ കാണാൻ തുടങ്ങി കേട്ടോ. ലെവലിലെത്തി, ഭൂമിയിലെത്തി. ഇപ്പോഴാണ് ഭൂമിയിലെത്തി. അത് അന്തരീക്ഷത്തിലായിരുന്നു. ബാംഗ്ലൂർ 124 കിലോമീറ്റർ ഇനിയുണ്ടല്ലേ. എന്റെ മാതാവ്, അതിപ്പോ നമ്മുടെ ചെറുപ്പം ഓടും. പഠിച്ചു ഇവിടെ ഓരോരുത്തരൊക്കെ ഉണ്ടല്ലോ. എനിക്കൊന്നും പറയാണ്ട്. ഞങ്ങൾ അടവ് പഠിച്ചു. ഈ വണ്ടി കണ്ടോ, ടാക്സി വണ്ടി കണ്ടോ? അവര് ടോള് വരുന്ന
ഒരു 15 കടക്കാനായപ്പോ കിലോമീറ്റർ ഇറങ്ങിപ്പോയി. ഇറങ്ങി. ഇപ്പൊ വന്ന് ചാടി കയറി. ഇവരൊക്കെ സ്ഥിരം ഓടി പരിചയമുള്ളവരാട്ടോ, അവർക്കറിയാം ഇത് ഞങ്ങൾ പഠിച്ചു. ഇത് ഓടുന്നൊരിക്കലും തന്നെ കളിച്ചാൽ മതി കേട്ടോ. ആക്സിഡന്റ് അടിച്ചോളാം. റോഡ് വരുമ്പോ വരാനാകുമ്പോഴത്തേനും പയ്യെ ചാടുക, അത് കഴിയുമ്പോ പയ്യെ കയറുക. അറിയണം കേട്ടോ എവിടെയാ ഉള്ളത്, അറിയത്തില്ലാതെ നമ്മൾ പോയി ഊമനി പെട്ടെന്ന് ഓടി പരിചയമുള്ളവർക്കൊക്കെ അറിയാം. ഇത് ഞങ്ങൾ ഓടും. എന്ന് പ്രതീക്ഷിക്കാം, നോക്കാം നമുക്ക്. എന്താടേ കുറച്ചുകൂടെ പോവാണ്ട് ഇത് മതി, വെറുതെ പോയി. എന്നിട്ടാണോ നോക്കാം. ബാക്കി വരുന്ന വണ്ടിയൊക്കെ അടിച്ച് കീറിയ പോലെ. ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ മുഴുവൻ എന്താണെന്ന് അറിയത്തില്ലട്ടോ, ലൈറ്റ് ഇട്ട് വരുന്നത്. സൈഡാക്കാൻ പടപടാന്ന് ഡിമ്മടിക്കുന്നത്. ലൈറ്റ് അല്ല തോന്നുന്നു, നമ്മൾ സൂര്യൻ അടിച്ചിട്ട് ആ തിളങ്ങുന്നത്. എന്താ കിലോമീറ്ററോളം നടന്നാണ്. ഫോണിനകത്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല. ട്രിപ്പിൾ ലൈനാട്ടോ, എക്സിറ്റും ഉണ്ട്. എത്ര ദൂരത്തിലാണെന്ന് നോക്കി. കേട്ടോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ മുഴുവൻ ലൈറ്റ് ഇട്ട് വരുന്നത്. എന്താ കാരണം പിടിച്ചോണ്ടിരുന്നത് കേട്ടോ. എനിക്ക് പിടുത്തം അത് വൈക്കല്ലടാ, ബൈക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാറൊക്കെ ഉണ്ടല്ലോ. അത് ഡിമ്മടിച്ചു കൊടുക്കുന്നുണ്ട് ഓട്ടേക്ക്. എന്താണേലും കാണുന്ന കാഴ്ചയല്ലേ. എവിടെ നിർത്താൻ ടയർ ചൂടാവുമെന്നില്ല. കുറച്ചേ നിർത്താൻ കുറേ നേരമല്ലേ കറക്കം വേണ്ടിയിട്ട്. ഈ വഴി ഓടുമ്പോൾ ടയർ നോക്കണം. നമ്മൾ നിൽക്കാണ്ട് ഓടുമല്ലേ, നമ്മളിപ്പോൾ ഒരു 500 കിലോമീറ്റർ നിൽക്കാണ്ട് ഓടിയേക്കുന്നു. അപ്പോൾ നമ്മുടെ ടയർ ചൂടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം, കുറച്ച് റെസ്റ്റ് കൊടുക്കണം. എപ്പോൾ തുടങ്ങിയ പരിപാടിയെന്ന് അറിയാം, വണ്ടി ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ദൂരം എങ്ങനെയാണ് ഹരം കൊണ്ടൊക്കെ പോയി വരുന്നല്ലേ. അതെ, 500 കിലോമീറ്റർ ആയ സ്ഥിതിയിലൊന്ന് നോക്കണം, വണ്ടി ചെക്ക് ചെയ്ത് നോക്കണം ടയറിൻ്റെ അവസ്ഥ എന്താ. ടയർ ചൂടായെങ്കിൽ സൈഡാക്കും, അല്ലേ വിടും. ഇവിടെ ഈ ഹൈവേ കയറി കഴിഞ്ഞാൽ ആദ്യം ഒരു 18 അല്ലേ, 18 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ എക്സിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ഇപ്പോൾ 10 കിലോമീറ്റർ ആയിട്ടോ. നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. അതും കൂടാതെ ഇതിപ്പോൾ മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ആയല്ലേ. ജസ്റ്റിനെ ഭക്ഷണം കഴിക്കാതെ കിളി പോയിരിക്കുക. ഞങ്ങൾ അന്നേരം ചോറ് തിന്നാൻ പറ്റിയില്ല. പക്ഷെ ഇതേ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. ഇറങ്ങാനില്ല, ഹോട്ടലുകളോ ഒന്നുമില്ല കേട്ടോ. വാരിത്തിലേതല്ല, എണ്ണ അടിച്ചായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. അല്ല ഇപ്പൊ പെട്ട് പോയത്. ഇതെല്ലാം തിന്നാൻ കിട്ടണമെങ്കിൽ എവിടെ എത്തുമെന്ന് അറിയത്തില്ല. എങ്ങനെ ഇടയ്ക്ക് ഹോട്ടൽ വരുന്നുണ്ട്, ഇനിയിപ്പോൾ ആ സമയമില്ല, ചവിട്ടാൻ പോകും. ഏത് അതിന് എപ്പോഴും ഇത് ഇറങ്ങുന്ന സമയത്തല്ലോ എനിക്ക് ഇവിടെ കാണിച്ചാലും ബോർഡ് കണ്ടായിരുന്നു എണ്ണയൊക്കെ അടിച്ച് ഫുൾട്ടാൻ കഴിക്കോളാം കേട്ടോ. സൈഡിലേക്കൊക്കെ നോക്കി നമുക്ക് ആകെ ഇത്ര കാണാൻ പറ്റും കേട്ടോ. തല മാത്രം കാണാം മരങ്ങളുടെ. എത്രമാത്രം ഹൈറ്റിൽ കൂടെ റോഡ് പണിതേക്കെന്ന് ആലോചിക്കുന്നത്. കൂടുതലും ബ്രിഡ്ജുകളല്ല, പാലത്തിന്റെ മണ്ടേ കൂടെ കടയോ വേറൊരു സംവിധാനങ്ങളും ഇല്ല കേട്ടോ. എല്ലാം റോഡാ. ഇവിടെ കയറുന്നതിനൊപ്പം കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് വേണം കയറാനായിട്ട്. 6 ലൈൻ അല്ല, 6 ലൈൻ റോഡാണ്. നാലെണ്ണുണ്ടല്ലോ. ഇതിലെ പോകില്ല സൈഡാക്കും. ആണോ? പിന്നെ താഴെ വേറെ ഇല്ലേ? പിന്നെ സർവീസ് റോഡുണ്ട്, 2 സൈഡിലുണ്ട്. കൈവെട്ട് പിടുത്തം വിട്ടുള്ള ആകാശത്തൂടെ പോകുന്നവരില്ലേ, ലൈറ്റ് മാറിയിരിക്കൂലേ? അതേപോലെ കൈവിട്ട പോക്ക് പോയേക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ വണ്ടി ഇടിച്ച് കിടക്കുന്നതാണ്. ചവിട്ടിയിട്ടുണ്ടല്ലോ എത്ര ദൂരം വലിച്ചു പോയെന്ന് പറയും. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഒന്ന് കാലുകൊടുക്കുക. ഞാനൊരു പോരായി കണ്ടു, ഈ ചെടി സൈഡിൽ കൂടെ നന്നായിട്ട് കാണുന്നു. ചെടിയോ? ചെടി ഉണ്ടല്ലോ, നല്ല അടിപൊളി പൂവായിട്ട് മുഴുവൻ കാടും കയറി കിടക്കും. താടൊക്കെ എന്നാലും പൂവുണ്ട് കാണാനായിട്ടോ. അതോടെ ഭംഗി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നോക്കിക്കേ, ഇതുകൊണ്ട് ഈ തെങ്ങ് മുഴുവൻ കരിഞ്ഞു പോയിട്ടോ. എത്ര ഓരയാണേ, ഇതൊക്കെ അസുഖം തോന്നുന്നല്ലേ ഇതൊക്കെ. ഇതൊക്കെ കേട് മതിച്ചാൽ തോന്നുന്നു. മൊത്തം തെങ്ങിനെ കേടാ. അയ്യോ, തെങ്ങല്ല പൂവിന് പിടിച്ച പോലെ ഇല്ല. കരിക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ടോ? ഇപ്പൊ കരിക്കച്ചവടം വയ്ക്കാറ്. അത് നമുക്ക് വെയിലിന്റെ ചൂട് കൊണ്ടിട്ടാണോ? വെയിലൊന്നും
നിങ്ങൾ പോന്നാലോ? ഓടിക്കുവോ? ഞാൻ ചുമ്മാ ഇമാര് ചോദ്യങ്ങളൊന്നും ചോദിച്ചു തന്നാ പോരെ അല്ലേ? ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങോട്ട് തന്നാ പോരെ അല്ലേ? ചേട്ടാ ഇവിടെ കേറിയതുകൊണ്ട് ഞാൻ ഓടിക്കാം. ഇവിടെ തന്നെ വണ്ടി കൊടുത്താൽ വണ്ടി ഇരുന്ന് ഉറങ്ങിക്കളെ ഇവിടെ ചുമ്മാ ഇത് ഉറങ്ങുന്ന ആളാ. എനിക്ക് സത്യം പറയാം, ഹൈവേ കയറിയപ്പോഴേക്കും ഉറക്കം സത്യം പറ കാരണല്ല എനിക്കറിയത്തില്ല. അത് അടിപൊളിയുണ്ട് ഇവിടെ. സാധാരണ നമുക്ക് സോപ്പ് കൂടുമ്പോൾ ഉറക്കം വരികയില്ല. പക്ഷെ എന്താ പറയുക, ഇവിടെ ഇപ്പം ഹാപ്പി മൂടായിട്ട് കിടന്നില്ല. എനിക്ക് ഉറക്കമേ വരുന്നില്ല. പക്ഷെ എനിക്ക് തലവേദന കിടക്കാൻ തുടങ്ങിയായിരുന്നു. അകപ്പാടെ ഇഷ്ടപ്പെട്ട് ഉറക്കിയായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഒരു കുഴപ്പമില്ല. സർവീസ് റോഡ് കേട്ടോ, പിന്നെ അടിപൊളി ഒരു കുഴപ്പമില്ല. വെച്ച് പൊക്കത്തിൽ കൂടെ പോകുന്ന വെച്ച് താഴെ കൂടെ പോകുന്ന അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് രണ്ടുപേരും ഒരേ ലെവലാവും. ഇപ്പം ഒരേ ലെവലായിട്ടോ. നമുക്ക് എല്ലാം കാണാവേ. കുറെ പശുക്കളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ഈ റോഡ് പൊടിക്കും. എന്താ വണ്ടിയില്ലേ, നല്ല നഷ്ടമായിട്ടാണ്. ഇവിടെ കുറെ വെള്ളമുണ്ട്. എടാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു. അറിയത്തില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോവാ. ഇവിടെ ഒരു കട കാണുന്നുണ്ട്, പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ. ഈ ബോർഡൊക്കെ ഒന്ന് വായിച്ചേ. ഇതോ? ഞാൻ വായിച്ചുതരാം. കോഫി, കോഫി, ജിഞ്ചർ കോഫി, ടീ, ലെമൺ ടീ. ഇവിടെ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് കണ്ടത്. പോയി നോക്കട്ടെ കേട്ടോ. അവിടെ പോയി ഞങ്ങൾ മൂഞ്ചി കിട്ടോ. അവിടെ ഒന്നുമില്ല. ഇല്ലേട്ടായേ, നമ്മുടെ വീടിന് മുമ്പിൽ എത്തിട്ടോ. നമ്മുടെ വീട് കണ്ടോ? കണ്ടോന്റെ വീട് കണ്ടിട്ട് കാണിച്ചാൽ മതി. നിങ്ങളിപ്പം നിർത്തിയതൊന്നും അല്ലാത്തൊരു സ്ഥലത്താട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതെന്താ സാധനം? ഇതെന്ത് കളയല്ലേ? ഇവിടെ തിന്നാനൊന്നും കിട്ടിയാലേട്ടായ്യാ. ഇവിടെ കയറിയപ്പെട്ടോ എല്ലാം കിട്ടും. എല്ലാ കടയുടെ മുമ്പിലും ബോർഡൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ചെന്ന് കഴിയുമ്പോൾ മാത്രം ഒന്നുമില്ല. ജസ്റ്റിനൊക്കെ ഒരു ആഗ്രഹം, ഈ ചായ ചായ എന്തുണ്ട് ആദ്യം പിടിച്ച് ഇത്രയും ചായ ജസ്റ്റിനൊക്കെ കിട്ടിയോളന്ന് പരാതി. മഞ്ഞ് പരാതി ഉണ്ടോ? പിടിക്കാനുള്ള ക്ലാസ് ഉണ്ടോ? നേരെ വരുമ്പോ അറിയാം. ഉറക്കൊക്കെ പോയോ? ഐവരെത്തി വെച്ച് ജസ്റ്റിനെ എല്ലാം ഉറക്കം പോയി. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയ കടേൻ്റെ തൊട്ടടുത്തുള്ള കേട്ടോ. കുതിരയുണ്ട്, കൊട്ടയുണ്ട്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് സാധനങ്ങളുണ്ട്. മാതിരി വണ്ടിയൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവനാവും. ടയറൊക്കെ ചെത്തിപ്പോയിരുന്നോ? അടിപൊളി സീനല്ലേ? രണ്ട് സൈഡിൽ കൂടെ റോഡ് പൊക്കി പോകുന്നേ. അത് എന്നാന്നറിയോ? യൂട്ടേൺ അടിക്കണം. നമ്മള് മാത്രം കുഴി പോയിട്ട് അത്ര നേരം നമ്മള് ഫോണിലായിരുന്നു. അതിനറിയാം യൂട്ടേൺ അടിക്കുവാണെങ്കിൽ അപ്പുറത്തെ കുന്നേലേക്ക് പോയി കയറിയതാ അല്ലേ? ഇപ്പൊ പാലോ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പാലോ ആ കുന്നേലേക്ക് കണ്ടോ? എന്നാ സെറ്റപ്പിലെ പണിരിക്കുന്ന നോക്കി. ഐഡിയ പരമായിരുന്ന സെറ്റപ്പ്. അങ്ങോട്ട് നോക്കിയാണ് ഒരു പാറ കാണാതിരിക്കുന്നേ. ഇനി അവിടെ അങ്ങോട്ട് താഴ്ചയുള്ളൂ. സത്യം പറഞ്ഞാൽ പോകണമെന്ന് ചാർജ് ആക്കാതിനുള്ള സമയമില്ല. ക്യാമറ ആ പാറപ്പുറത്ത് നോക്കിയേ. പോണം, അവിടെ പോണം. വേണ്ട, ഇതിലെ പോയാ മതി. ഞാൻ താഴെല്ലോ ആണ്ടി പൊളിയാട്ടോ അല്ലേ? ആ പാറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അത് കയറി കഴിഞ്ഞപ്പം തല പൊളിഞ്ഞു പോകും വെയിൽ കാരണം. പക്ഷെ ഇതിനെ വന്ന് വെയിലാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? കാറ്റടിക്കുന്നോണ്ടല്ലേ? അത് നീ എ സിക്കകത്തല്ലേ ഇരിക്കുന്നത്? അതുകൊണ്ടാണോ? എന്താ പുറത്തേക്ക് ഇറങ്ങി നല്ല ചൂടിലാണ്. പുറത്തിറങ്ങിയപ്പോ അവിടെ എനിക്ക് അത്ര എനിക്ക് തോന്നിയില്ല. അവിടെ ഇച്ചിരി വെയിൽ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇറങ്ങും. അത് അടുത്ത് വന്നാലേ ചായ കുടിച്ചപ്പോൾ ഉഷാറായില്ലേ? ചായക്ക് വലിയ പ്രത്യേകിച്ച് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഏതായാലും 10 രൂപ വെച്ച് വാങ്ങി. ഞാൻ വിചാരിച്ച ആ ഓട്സിന് ചായ ഇച്ചിരോടെ ആകായിരുന്നു. അയാൾ ഞാൻ വിറച്ച് പറിച്ച് ഒഴിക്കുന്നത്. അയാൾ ആദ്യം ഒന്ന് ഒഴിക്കാൻ വന്നേ, എന്നിട്ട് പേടിച്ചിട്ട് തിരിച്ചെടുത്ത് കയ്യിൽ ചോദിക്കത്തില്ലായിരുന്നു. എന്നിട്ട് ആകെ ഒരു 2 കൊല്ലം എന്നിട്ട് അതുകൊണ്ട് ഫ്ലാസ്കിൽ ഒഴിക്കുകയും ചെയ്തു. എന്തൊരു ദാരിദ്ര്യമാണാവോ? ഞാനെന്താ അച്ചിലുള്ള ജസ്റ്റിലേക്ക് കൊടുത്തു. ഒത്തിരിയുള്ള ഞാൻ കുടിച്ചു. ജസ്റ്റിനെ അറിഞ്ഞില്ല. എത്ര
വർഷമൊക്കെ പോയി നോക്കി ഇത് നോക്കി പാറ മുഴുവൻ പൊടിച്ചിട്ടാണോ ഈ റോഡ് ഉണ്ടാക്കിയത്? രണ്ട് സൈഡും തുറക്കപാതയല്ലേ? ഇതൊക്കെ നോക്കിയാ വേറെ കൂടെ വണ്ടി വരുന്നുണ്ട്, അത് നോക്കണം. നമ്മൾ നല്ലയുടെ ഉണ്ടെങ്കിൽ കൂടെ പോകുള്ളൂ. ഈ പോകുന്ന വഴിക്ക് എത്ര വണ്ടി അടിച്ചു കിടക്കുന്ന അറിയോ? വണ്ടി ഇടിച്ച് കിടക്കുന്നത് കൊണ്ട് ഇടിച്ചിട്ട് ഈ വല ഈ നെറ്റൊക്കെ പൊടിഞ്ഞ് കിടക്കും പല സ്ഥലത്തും. ചെരുപ്പൊക്കെ റോഡിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യക്കുറവ്. നമ്മൾ താഴെ നോക്കിയാൽ ഇവിടെ തന്നെ വണ്ടി താഴെ പോയുള്ള അവസ്ഥയിലും നോക്കിയാൽ താഴെ വരെ എന്നാ പൊക്കത്തിൽ കൂടെ പോകുന്നില്ലേ? എന്റെ അമ്മേ, ഇതെന്താ തീരാൻ പോവാണേ ലോകം? എന്താ ഭംഗി ഹിമാലയത്തിലേക്ക്. ഞാൻ പറഞ്ഞുണ്ടല്ലോ, എനിക്ക് പാറകളുടെ സംസ്ഥാന സമ്മേളനം. ഞാനും ജസ്റ്റിനോടെ കട്ടക്ക് ഇരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഡൽഹി എത്തും. 500-1000 കിലോമീറ്റർ പിടിക്കേ. ഇതിന് ഞങ്ങൾ റോഡങ്ങോട്ടാ പോവേ? തിരിഞ്ഞു പോവാൻ തോന്നുന്നല്ലേ? പാറയുടെ ഓടിപ്പടയാണോ പോവേ? ഇവിടുന്ന് ഇങ്ങോട്ടാവും. നീ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ? അതിന്റെ അപ്പുറത്തൂടെ ആ പാറയുടെ സൈഡിൽ ഇപ്പുറത്തൂടെ റോഡ് പോകുന്നത്. അങ്ങോട്ട് പോയാ കാണേണ്ട കാഴ്ച ഉണ്ടോ? അടാറ് കാഴ്ചകളാ. ഇതൊക്കെ വീട്ടിൽ കുത്തിയിരുന്ന കുറ്റവും കുറവും പറയുന്നവരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ അനുഭവിച്ചു നോക്കണം. എന്നറിയാം, പെണ്ണുങ്ങളെ ഒന്നും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കളിക്കാതിരിക്കാനോ? അതൊക്കെ കുഴപ്പം. തലവേദന, എനിക്ക് വയ്യ, ക്ഷീണോ ഇതൊക്കെ പറഞ്ഞ ആളാ. വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു അല്ലേ? മഴയാണെങ്കിൽ ഉണ്ടോ? എന്റെ സൗണ്ടൊക്കെ പോയിട്ടോ? എന്റെ സൗണ്ട് വന്നൂല്ലേ? നിന്റെ സൗണ്ട് വന്നു, എന്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലടിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേനും പോകും. എത്രയാണ് ഒരു 3 മണിയായിരുന്നു. നമ്മൾ എപ്പോ തുടങ്ങിയാട്ടെ ഓടാന്? അപ്പൊ 12 മണിക്കൂർ അല്ല 12 മണിക്കൂർ ആ പോവാല്ലേ? കണ്ടിന്യൂ ഓടുന്നല്ലേ? അടുത്ത പാറ പിന്നെ മുന്നോട്ടോ കേട്ടോ? ഇത് ഭ്രാന്തായി പോകുന്നേ. ഇതൊക്കെ എന്ത് അവസ്ഥയാണ്? ഇവിടെ ആരെ പാറ കയറി എഴുത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. കളറൊക്കെ അടിച്ച് പെയിന്റൊക്കെ അടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ പാറയാട്ടോ. വണ്ടി പോകുമ്പോൾ വണ്ടി ഇപ്പുറത്തും ഇപ്പുറത്തൊക്കെ പാറ. എന്താണ് ഇതൊക്കെ എങ്ങനെ പൊളിച്ചുണ്ടാക്കിയതല്ലേ? നല്ല ഉറക്കം വരുന്നു. ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്ന് ചേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നല്ല ഇരുട്ടായി. യാത്ര തുടർന്ന് ഞങ്ങളിപ്പം ബാംഗ്ലൂർ സിറ്റിയിലെത്തി കേട്ടോ. ഇപ്പോൾ രാത്രി ആയിപ്പോയോണ്ട് വീഡിയോ എടുക്കുന്നൊന്നും ക്ലിയർ ഒന്നും ആകുന്നില്ല. അപ്പം നമുക്ക് ബാക്കി യാത്രാവിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നന്ദി.